എല്ലാവർക്കും രാമകഥാമൃതത്തിലേക്ക് സ്വാഗതം. ദണ്ഡകാരണ്യത്തിൽ വെച്ച് രാമൻ അനേക ഋഷികൾക്ക് വാക്കുകൊടുത്തു, നിങ്ങളെ ഇനി ആരും ഉപദ്രവിക്കുകയില്ല, ഒരു അസുരനിൽ നിന്നുള്ള ഉപദ്രവവും നിങ്ങൾക്കുണ്ടാവുകയില്ല. അവർ പോയതിന് ശേഷം ഒരുപക്ഷെ ആദ്യമായിട്ടും അല്ലെങ്കിൽ അവസാനമായിട്ടും സീത രാമന് കൊടുക്കുന്ന ഉപദേശം എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ഉണ്ടാവുകയാണ്. അത് ഇപ്രകാരമായിരുന്നു. സീത രാമനോട് പറഞ്ഞു, രാമ, ഈ ആയുധയാത്ര അല്ലെങ്കിൽ ഈ ആയുധവും കൊണ്ട് അങ്ങ് നടത്തുന്ന യാത്ര ഒരുപക്ഷെ സീതക്ക് അത്ര പിടിച്ചില്ല എന്ന് തോന്നുന്നു. 3 കാരണങ്ങളാണ് സീത പറയുന്നത്. സീത നമുക്കറിയാം മഹാവിദുഷിയാണ്, മഹാപണ്ഡിതയാണ്, മഹാപതിവ്രതയാണ്. ഏത് സന്ദർഭത്തിലും അതാത് രീതിയിൽ ജീവിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ പാണ്ഡിത്യപ്രകടനമൊക്കെ അറിയുന്ന ഭാരത സ്ത്രീകളുടെ ഒരു മാതൃകാരൂപമാണ് രാമായണത്തിൽ സീത എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സീത പറഞ്ഞു രാമനോട്, രാമ, അങ്ങേ ഉപദേശിക്കുകയാണെന്ന് കരുതരുത്. പക്ഷേ എങ്കിലും ഒരു ധർമ്മപത്നി എന്നുള്ള നിലയിൽ എനിക്ക് ചില കാര്യങ്ങൾ അങ്ങയോട് പറയാനുണ്ട്. അങ്ങ് നേരത്തെ ആ ഋഷികൾക്ക് കൊടുത്ത വാക്ക് പിൻവലിക്കണം. കാരണം പുരുഷന് 3 അബദ്ധങ്ങൾ പറ്റും. പുരുഷന് ചിലപ്പോൾ 3 കുറവുകളുണ്ടായേക്കാം. അതിലൊന്ന് കള്ളം പറയും. ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലൊക്കെ ചിലപ്പോൾ പുരുഷൻ കള്ളം പറഞ്ഞു എന്ന് വരാം. 2 പരസ്ത്രീ ഗമനാഭിലാഷം ഉണ്ടാവും. മറ്റ് സ്ത്രീകളോട് സമ്പർക്കപ്പെടാൻ പുരുഷന്മാർക്ക് താല്പര്യം കൂടും. 3 പ്രാണിഹിംസ. ആയുധമുള്ള പുരുഷനെ സാധുജീവികളെ, പ്രാണികളെയൊക്കെ, ജീവജാലങ്ങളെയൊക്കെ ചിലപ്പോൾ മറ്റു മനുഷ്യരെയൊക്കെ ഉപദ്രവിക്കാൻ താല്പര്യം കാണും. ഒന്നുകൂടി പറയാം, പുരുഷന് 3 തെറ്റുപറ്റാം. 1 അസത്യവാനാകും, 2 പരസ്ത്രീഗമനം ഉണ്ടാവാം, 3 പ്രാണിഹിംസ ഉണ്ടാകും. ഇതിൽ ആദ്യത്തെ 2ഉം രാമന് സംഭവിക്കില്ല എന്നെനിക്കറിയാം. രാമൻ എപ്പോഴും സത്യകാമനാണ്. രാമൻ ഒരിക്കലും പരസ്ത്രീഗമനം നടത്തില്ല. പക്ഷേ 3ാമത്തെ തെറ്റ് ചെയ്തേക്കാം അങ്ങ്. ആയുധമുള്ള അങ്ങ് അത് ഉപയോഗിച്ചേക്കാം. സാധുമൃഗങ്ങളെ അല്ലെങ്കിൽ ഒരുപക്ഷെ രാക്ഷസന്മാർ വരുമ്പോൾ അവരെ, ഏതെങ്കിലും ഒരു രാക്ഷസനെ അങ്ങ് ആക്രമിച്ചാൽ അതിൻ്റെ പേരിൽ വേറെ ചിലർ വരും, വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും. ഈ കാട്ടിൽ വളരെ ശാന്തിയോടെ സമാധാനമായിട്ട് ആശ്രമത്തിൽ കഴിയുമ്പോൾ ആ സ്വച്ഛ ജീവിതത്തിന് ആ പ്രവൃത്തി അപകടമുണ്ടാക്കും രാമ. അതുകൊണ്ട് ആ വാക്ക് അങ്ങ് നടപ്പിലാക്കരുത്. ഇത് ജാനകി ഒരുപക്ഷെ ധർമ്മബോധത്തിൻ്റെ ഒരു ആഖ്യാനം എന്ന് പറയാം. ആദ്യമായിട്ട് ആകെ ഒരു ഉപദേശം മാത്രമേ ഇത് നടത്തിയതായിട്ട് രാമായണത്തിൽ കാണുന്നുള്ളൂ. പക്ഷെ രാമൻ അവിടെ പറഞ്ഞു, ചില വാക്കുകൾ അറം പറ്റും എന്ന് പറയാറില്ലേ. സീതേ, എനിക്ക് നിന്നെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം, എനിക്ക് ചിലപ്പോൾ ലക്ഷ്മണനെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. കോദണ്ഡപാണിയായ രാമൻ ഇതാ പറയുന്നു, ഒരിക്കലും രാമൻ കൊടുത്ത വാക്ക് പിൻവലിക്കില്ല, പാലിക്കാതിരിക്കില്ല. ഇത് രാമൻ്റെ വാക്കാണ്. ദൃഢവൃതിയാണല്ലോ രാമൻ, സത്യവാനാണല്ലോ രാമൻ. അതുകൊണ്ട് രാമൻ ഋഷികൾക്ക് വാക്ക് കൊടുത്തെങ്കിൽ അത് പാലിക്കാൻ ബാധ്യസ്ഥനാണ് എന്ന് സീതാദേവിയോട് പറയുന്നതോടെ ആ രംഗം അവിടെ അവസാനിക്കുകയാണ്. അവിടുന്ന് അവർ നേരെ അഗസ്ത്യാശ്രമത്തിൽ പോകുന്നു. അകം എന്ന് പറഞ്ഞാൽ പർവ്വതം. സ്ത്യായം ചെയ്തത് കൊണ്ടാണ് അഗസ്ത്യൻ എന്ന് പേരുണ്ടായത്. സ്ത്യായം ചെയ്യുക, മറികടക്കുക. അകം പർവ്വതം, പർവ്വതത്തെ മറികടന്നവൻ എന്ന അർത്ഥത്തിലാണ് അഗസ്ത്യൻ എന്ന് പേരുണ്ടായത്. കൈലാസത്തിൽ നിന്ന് ഈ തെക്കൻ ദേശത്തേക്ക് വന്ന ഋഷിയെ ശിവൻ പറഞ്ഞയച്ച ശിവനിയോഗമനുസരിച്ചാണ് അഗസ്ത്യൻ വരുന്നത്. ആ അഗസ്ത്യാശ്രമത്തിൽ വെച്ച് ഒരുപാട് ധാർമ്മിക സംസാരങ്ങളും സംഭാഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട് രാമൻ. ആ ഒരു സന്ദർഭത്തിൽ അഗസ്ത്യൻ രാമനോട് പറയുന്നു,
രാമ, സ്ത്രീകൾക്ക് ചില സ്വഭാവ ദോഷങ്ങളുണ്ട്. ഇന്നലെ സീത രാമനോട് പുരുഷൻ്റെ സ്വഭാവങ്ങളെ പറ്റി പറഞ്ഞതുപോലെ അതിലൊന്ന് മിന്നലിൻ്റെ ലോലത്വം, 2 ആയുധങ്ങളുടെ തീഷ്ണത, 3 ഗരുഡവേഗം. ഇത് 3 സ്ത്രീ സ്വഭാവങ്ങളാണ് രാമ. മിന്നലിൻ്റെ ലോലത്വം എന്ന് പറയുന്നത് മിന്നൽ എപ്പോഴാണ് വരുന്നത്, ആ മിന്നലിൻ്റെ ശക്തി എത്രയുണ്ട്, മിന്നലിൻ്റെ പ്രഭ എത്രയുണ്ട് എന്ന് ഒരാൾക്ക് ഇന്നവരെ കാണാൻ കഴിയില്ല. അതുപോലെയാണ് സ്ത്രീകളുടെ സ്വഭാവം. എങ്ങനെ വരുന്നു, എങ്ങനെ മാറുന്നു, എങ്ങനെ പോകുന്നു, എങ്ങനെ തിളങ്ങുന്നു, എങ്ങനെ വലുപ്പാവുന്നു, എങ്ങനെ ചെറുപ്പം പറയാൻ കഴിയില്ല. സ്ത്രീ ചിത്തത്തെ ആർക്കും മനസ്സിലാക്കാൻ കഴിയില്ല. ഓരോ സന്ദർഭത്തിൽ അവരെങ്ങനെ, മിന്നൽ അങ്ങനെയാണ് പെരുമാറുന്നു എന്ന് പറയാൻ കഴിയില്ല. 2ാമത്തെ ദോഷം ആയുധങ്ങളുടെ തീഷ്ണത. ആയുധങ്ങളുടെ തീഷ്ണത ചിലപ്പോൾ മുറിഞ്ഞ് കഷണമാവും ശരീരം. ചിലപ്പോൾ അതേ ആയുധം തന്നെ, അതേ രൂപത്തിലുള്ള ആയുധം തന്നെ മുറിഞ്ഞാൽ ചിലപ്പോൾ ഒരു പോറലേ ഉണ്ടാവും. ഈ തീഷ്ണ സ്വഭാവം പോലെ അവരുടെ നാവിന് ചിലപ്പോൾ മൂർച്ച കൂടും, ചിലപ്പോൾ മൃദുത്വമായിരിക്കും. 3ാമത്തെ ഗരുഡവേഗമാണ്. മനസ്സ് ഗരുഡവേഗത്തിൽ, പക്ഷിശ്രേഷ്ഠരായ ഗരുഡൻ ഉന്നതങ്ങളിലേക്ക് പറക്കുന്നത് പോലെ, വേഗതയിലേക്ക് പറക്കുന്ന പോലെ സ്ത്രീ ചിത്തത്തിനും അനന്തതയിലേക്ക് പോകാം, ചെറുപ്പത്തിലേക്ക് പോകാം. ഇതൊന്നും ഈ 3 കാരണം, മിന്നലിൻ്റെ ലോലതയും ആയുധങ്ങളുടെ തീഷ്ണതയും ഗരുഡൻ്റെ വേഗതയും ഉള്ളതുപോലെയാണ് സ്ത്രീ ചിത്തം രാമ, അല്ലെങ്കിൽ സ്ത്രീ സ്വഭാവം രാമ. പക്ഷേ ഈ ദോഷങ്ങളൊന്നും സീതയ്ക്കില്ല എന്നാണ് അഗസ്ത്യൻ പറയുന്നത്. അഗസ്ത്യൻ എന്തൊക്കെ ആയുധങ്ങൾ കൊടുത്തു, അഗസ്ത്യാശ്രമത്തിൽ പോയതുകൊണ്ട് രാമാദികൾക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടായി. അഗസ്ത്യൻ വലിയ 3 ആയുധങ്ങളാണ് കൊടുത്തത്. 1 വൈഷ്ണവചാപം, 2 വിശ്വകർമാവ് നിർമ്മിച്ച വില്ല്, 3 ബ്രഹ്മാവ് ഉപയോഗിക്കുന്ന ശരം, ബ്രഹ്മശരം, 4 ഇന്ദ്രൻ നിർമ്മിച്ച ആവനാഴി. ഇത്രയും നേട്ടങ്ങൾ രാമന് അഗസ്ത്യമുനിയെ സന്ദർശിച്ചതുകൊണ്ടായി. നമുക്ക് ബാക്കി ഭാഗം അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.